പ്രിയപ്പെട്ട എല്ലാവർക്കും റെബിൻ ടാരറ്റ് ആൻഡ് ലൈഫ് ഗൈഡൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ പൂർണ്ണമായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളത് ഞാൻ ആദ്യമേ തന്നെ പറയുകയാണ്. നമ്മളിന്ന് ഈ റീഡിങ്ങിൽ നോക്കാൻ പോകുന്നത്, നിങ്ങൾ ജീവന തുല്യം സ്നേഹിച്ചൊരു വ്യക്തി ഉണ്ടായിരുന്നില്ലേ? നിങ്ങളെ ഉപേക്ഷിച്ചു പോയ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചൊരു വ്യക്തി, ആ വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം അവസാനിക്കാൻ പോവുകയാണോ? അതോ അത് വീണ്ടും പൂർവാധികമായിട്ടുള്ള ശക്തിയോടുകൂടി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പോവുകയാണോ എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ജനറൽ വീഡിയോ ആണ്, അതിനാൽ തന്നെ എല്ലാവരുമായിട്ട് ഫുള്ളി റെസിനേറ്റ് ആവണമെന്നില്ല. റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് മറ്റുള്ളതിനെ വിട്ടുകളയുക. ടൈംലെസ് വീഡിയോ അതിനാൽ തന്നെ നിങ്ങളുടെ കൺമുന്നിൽ എപ്പോഴാണോ യൂണിവേഴ്സ് ഈ വീഡിയോ എത്തിക്കുന്നത് ആ സമയം മുതൽ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് റിലേറ്റഡ് ആവുന്നതായിരിക്കും. പേഴ്സണൽ റീഡിംഗ് എപ്പോഴെങ്കിലും ആവശ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഒരു മടി വിചാരിക്കില്ല എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കാർഡുകൾ എടുത്തിട്ട് തിരിച്ചു വരാം. പ്രിയപ്പെട്ടവരെ, ഈ കാർഡുകൾ കാണുന്നതിലൂടെ എനിക്ക് മനസ്സിലാവുന്നത്, നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തി നിങ്ങളുമായിട്ടുള്ള ബന്ധം വേർപിരിഞ്ഞത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല എന്നുള്ളതാണ്. അതായത് ഒരു പക്ഷേ നിങ്ങളുടെ മുന്നിൽ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞൊക്കെ ഒരു പക്ഷേ പോയിരിക്കാം. പക്ഷേ അതിനുള്ള ഇൻറ്റൻഷൻ, അതിനുള്ള കാരണമെന്ന് പറയുന്നത് അവർ സ്വതന്ത്രമായിട്ട് എടുത്തിട്ടുള്ളൊരു കാര്യമല്ല. അവർ പലരെയും, നിങ്ങളുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അവർ പലരെയും ഭയപ്പെടുന്നുണ്ട്. ഇനിയൊരു വിവാഹ ജീവിതമായിരുന്നു നിങ്ങളുടേതെങ്കിൽ നിങ്ങളുമായിട്ടുള്ള വിവാഹ ജീവിതം നല്ല രീതിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ വ്യക്തിയുടെ വീട്ടുകാർ ഇഷ്ടപ്പെടുന്നില്ല. ഇനി നിങ്ങളൊരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയിരുന്നു എങ്കിൽ ആ വ്യക്തിയുടെ വീട്ടുകാരോ അയാളുടെ സൗഹൃദങ്ങളോ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ നല്ല രീതിയിൽ തന്നെ വിലക്കുന്നുണ്ട്. ഇനി നിങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്ന രണ്ട് കമിതാക്കളായിരുന്നു എങ്കിൽ, ലവേഴ്സ് ആയിരുന്നു എങ്കിൽ, അവരുമായിട്ട്, അതായത് നിങ്ങളുടെ ഇപ്പോൾ മിണ്ടാതെ നിൽക്കുന്ന ആ വ്യക്തി, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി ആരുടെയൊക്കെ വാക്കുകൾക്ക് അമിതമായിട്ട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അവരെല്ലാം തന്നെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. നിങ്ങളുടെ വ്യക്തി വളരെ അമിതമായിട്ടുള്ള ഭാരമാണ് ഇപ്പോൾ ചുമക്കുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോകണം എന്നുള്ളതിൽ അവരൊരിക്കലും സംതൃപ്തരല്ല. പക്ഷേ എന്നാൽ നിങ്ങളുടെ വ്യക്തിയോട് അള്ളിപ്പിടിച്ചിരിക്കുന്ന ആ തേർഡ് പാർട്ടികൾ, അതൊരു പക്ഷേ മറ്റൊരു പ്രണയമാവാം, വീട്ടുകാരായിരിക്കാം, കൂട്ടുകാരായിരിക്കാം, അവർ നല്ല രീതിക്ക് തന്നെ എഫേർട്ട് എടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളുമായിട്ട് അവർ ഒന്നിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഒരു പക്ഷേ പലതരത്തിലുള്ള ബ്ലാക്ക് മാജിക്കുകൾ വരെ അവരിതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. എല്ലാവരുടെ കാര്യത്തിലുമല്ല. നിങ്ങളുടെ വ്യക്തി ഉണ്ടല്ലോ, നിങ്ങളുടെ ആ പ്രിയപ്പെട്ട വ്യക്തിയുടെ ഒരു സ്വഭാവ ഗുണം ഞാൻ പറയട്ടെ. എല്ലാവരെയും സംതൃപ്തിപ്പെടുത്താൻ നോക്കും. സ്വന്തം ജീവിതത്തേക്കാൾ ഉപരി, അല്ലെങ്കിൽ സ്വന്തം താല്പര്യങ്ങളെക്കാൾ ഉപരി ചുറ്റുംപുറമുള്ള എല്ലാവരെയും സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് വളരെയധികം എഫേർട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ എഫേർട്ട് എടുക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് മറ്റുള്ളവരുണ്ടെങ്കിൽ മാത്രമേ സംതൃപ്തിയാവുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു തൻ്റെടക്കുറവ് നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ട്. ആ ഒരു ചിന്ത കൊണ്ട് തന്നെയാണ് മറ്റുള്ളവരുടെ വർത്തമാനങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തി വളരെയധികം പ്രാധാന്യം നൽകുന്നത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. എന്താണെന്നല്ലേ? നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിലായിരുന്ന സമയത്ത് ആ വ്യക്തി മറ്റുള്ളവർക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്ത് സംസാരിക്കാറുണ്ടായിരുന്നു. ഒരു പക്ഷേ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ആ വ്യക്തിക്ക് നിങ്ങളെക്കാളും വലുത് മറ്റുള്ള വ്യക്തികൾ ആയിരിക്കുമെന്ന്. പക്ഷേ ആ വ്യക്തി നിങ്ങളോട് മാത്രമല്ല, ആരെക്കുറിച്ചാണോ പറഞ്ഞത് അവരുടെ അടുത്ത് ചെല്ലുമ്പോഴും മറ്റുള്ളവരെ കുറിച്ചാണ് കൂടുതലായിട്ട് സംസാരിക്കുക, ആ വ്യക്തിയെക്കുറിച്ച് ആയിരിക്കില്ല. ചുരുക്കി പറഞ്ഞാൽ, ഇത്തിരി പേഴ്സണാലിറ്റി കുറവുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് എന്ന് പറഞ്ഞാൽ അതെന്നോട് നിങ്ങൾക്ക് വ്യക്തിവൈരാഗ്യം തോന്നരുത്. ഞാൻ വളരെ സത്യസന്ധമായിട്ട് തന്നെ പറഞ്ഞാണ്, നിങ്ങളുടെ വ്യക്തിക്ക് കറക്റ്റ് ഒരു തീരുമാനം എടുക്കാനുള്ള കപ്പാസിറ്റി കുറവുള്ള ഒരു വ്യക്തി തന്നെയാണ്. വളരെയധികം പേടിത്തൊണ്ടിയോ ആണ്. ഇതിൻ്റെ പേരിൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് നിരവധി തവണ വഴക്ക് കൂടേണ്ടി വന്നിട്ടുണ്ടാവാം എന്നുള്ളതാണ് ഈ റീഡിങ്ങിലൂടെ മനസ്സിലാവുന്നത്. ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ അവർ സ്ഥിരമായിട്ട് ചെയ്തു വരുന്നത് സമയത്ത് നിങ്ങൾ അതിനെല്ലാം തെറ്റ് ചൂണ്ടിക്കാണിച്ച് കൊടുക്കുമ്പോൾ ആ വ്യക്തി യഥാർത്ഥമായ രീതിക്കായിരുന്നില്ല ആ തെറ്റുകളെ, അല്ലെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത ആ ശരികളെ കണ്ടത്, അയാൾ മറ്റൊരു വിധത്തിലായിരുന്നിരിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇതിനെ തുടർന്ന് നിങ്ങൾക്കിടയിൽ വലിയ വാഗ്വാദങ്ങളും വഴക്കുകളൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ കയറി വരാറുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ആ വ്യക്തിക്ക് നിങ്ങളോടുണ്ടായിരുന്ന സ്നേഹത്തിൻ്റെ ആഴം നിങ്ങൾക്ക് അറിയാമായിരുന്നു. അതിനാൽ തന്നെ നിങ്ങൾ നിരവധി തവണ എഫേർട്ട് എടുത്ത് ആ ബന്ധത്തിൽ ഉറച്ചു നിന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ പോലും പതിയെ പോകെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റൊക്കെ വളരെയധികം കുറഞ്ഞു വന്നിട്ടുണ്ട്.
അമിതമായിട്ടുള്ള നിങ്ങളുടെ കുടുംബത്തിലെയോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മറ്റുള്ളവരുടെയോ, നിങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെയാണ്, അവരുടെ അമിതമായിട്ടുള്ള ഇടപെടലുകളാണ് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നിങ്ങളെ കൊണ്ട് എത്തിച്ചത്. അതായത് നിങ്ങളുമായിട്ട് വളരെ ക്ലോസ് സർക്കിളിൽപ്പെട്ടവരുടെ അമിതമായിട്ടുള്ള ഇടപെടലുകളായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലെ വഴുക്കിനും വക്കാണത്തിനും അകൽച്ചയ്ക്കുമൊക്കെ കാരണമായിട്ട് ഇന്നത്തെ റീഡിങ്ങിലൂടെ എനിക്ക് മനസ്സിലായി വന്നിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് അല്പം പേടിത്തൊണ്ടനൊക്കെ ആണെങ്കിലും അല്പം ബുദ്ധിയൊക്കെ ഉണ്ട്. പക്ഷേ യഥാർത്ഥമായ സ്ഥലത്ത് പ്ലേസ് ചെയ്യാൻ ആ വ്യക്തിക്ക് അറിയില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് സ്വന്തമായിട്ടൊരു തീരുമാനമെടുക്കാൻ കഴിവില്ലാത്തൊരു വ്യക്തി തന്നെയായിരുന്നു. പലപ്പോഴും അവസാനമായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നിരവധി ആളുകളോട് അഭിപ്രായം ചോദിച്ച ശേഷം മാത്രമേ ആ വ്യക്തി അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയുള്ളായിരുന്നു. അതിനാൽ തന്നെ ഞാൻ ഉറപ്പിച്ച് പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് അവരുടെ ഒരുപാട് ക്യാരക്ടറിനെ കുറിച്ചല്ല, അവരുടെ നിങ്ങളുമായിട്ട് പിണങ്ങാനുണ്ടായ ആ ഒരു മെയിൻ കാരണം, ആ ഒരു കോർ എലമെൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞു പോയിട്ടുള്ള ഈ സ്വഭാവ സവിശേഷതകൾ തന്നെ ആയിരുന്നിരിക്കണം. അങ്ങനെ എല്ലാ കാര്യത്തിലും നിങ്ങളവരെ കുറ്റപ്പെടുത്തുമായിരുന്നു. യഥാർത്ഥത്തിൽ നിങ്ങളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് നിങ്ങളുടെ ഇഷ്ടക്കുറവ് കൊണ്ടായിരുന്നില്ല, ആ വ്യക്തിയിൽ ഉണ്ടായിരുന്ന പലതരത്തിലുള്ള കുറവുകളെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച് കൊടുക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ ആ വ്യക്തി അതിനെല്ലാം കണ്ടത് മറ്റൊരു കണ്ണിലൂടെയായിരുന്നു. പതുക്കെ നിങ്ങളുമായിട്ടുള്ള ആ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അവർക്ക് വേർപെട്ടു പോവുകയും പതിയെ നിങ്ങളുടെ ബന്ധം അകലാൻ തുടങ്ങുകയുമാണ് ചെയ്തിട്ടുണ്ടാവാനുള്ള പോസിബിലിറ്റി കൂടുതലെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുമായിട്ട് എത്ര വലിയ അകൽച്ചയിലാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നതെങ്കിലും ഞാൻ തീർത്തു പറയുന്നു, നിങ്ങളുടെ വ്യക്തിക്ക് അതിഗാഢമായിട്ടുള്ള സ്നേഹം ഇന്ന് ഈ നിമിഷമുണ്ട്. കാരണം അവർക്ക് കൂടുതലായിട്ട് മനസ്സിലായിട്ടുണ്ടാവണം, ഞാൻ ഇങ്ങനെയല്ല പെരുമാറേണ്ടിയിരുന്നത്, ജീവിതത്തെ ഞാൻ നോക്കിക്കണ്ട കാഴ്ചപ്പാടുകളെല്ലാം തന്നെ തെറ്റായിരുന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. അവർ വീണ്ടും നിങ്ങളുമായിട്ടൊരു റിലേഷൻ വളരെ ഗാഢമായി തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ എടുത്തു പറയാം, അത് വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം ഇപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിൽ ആ പഴയ ആ സ്വഭാവത്തിൻ്റെ കുറച്ചെങ്കിലും കിടക്കുന്നുണ്ട്. അതിനാൽ തന്നെ ചെറിയൊരു ഭയവും ചുറ്റുപാടുകളൊക്കെ ഒരു പേടിയുണ്ട് ആ വ്യക്തിക്ക്. പെട്ടെന്നൊരു ആക്ഷൻ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. പക്ഷേ ഒരു 3-4 മാസത്തിനുള്ളിൽ തീർച്ചയായിട്ടും അവരുടെ മനസ്സ് അവർ നിങ്ങളുടെ മുന്നിൽ തുറന്ന് കാണിക്കുക തന്നെ ചെയ്യും. അവർ നിങ്ങളെ കാണുന്നത് അവരുടെ ഒരു കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ രീതിക്ക് അവരുടെ ഒരു അബണ്ടൻസ് ആയിട്ടാണ്. നിങ്ങളവരെ വളരെയധികം വാല്യുവേറ്റ് ചെയ്തിരുന്നു എന്ന റിയാലിറ്റി അവർ ഇന്ന് ഈ നിമിഷം, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിമിഷം അവർ തിരിച്ചറിയുന്നുണ്ട്. ഒരിക്കൽ കൂടി പറയട്ടെ, പെട്ടെന്ന് അവർ അത്തരത്തിലുള്ളൊരു സമീപനം അതില്ലെങ്കിൽ ഇത് പ്രകടിപ്പിക്കും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. എടുത്തു പറയുകയാണ്, നിങ്ങളുടെ ലൈഫിൽ പുതിയൊരു ബിഗിനിങ് നിങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട്. ഞാൻ തീർച്ചപ്പെടുത്തി പറയുകയാണ്, ഇതൊരു വലിയ റീഡിംഗ് അല്ല. പക്ഷേ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങൾ അകന്ന് വളരെയധികം വിഷമിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ഒരു പക്ഷേ അവർ വളരെ എക്സ്പ്രസീവ് ഒന്നും ആവണമെന്നില്ല. ക്യൂൻ ഓഫ് സോഴ്സിൻ്റെയൊക്കെ എനർജി വന്നിട്ടുണ്ട്. അവർ പണ്ട് നിങ്ങൾ ഒരുപാടധികം ഇഷ്ടപ്പെടാത്ത ക്യാരക്ടറുകൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ അതിൻ്റെ അകത്ത് ആ ഇഷ്ടപ്പെടാത്ത ക്യാരക്ടറുകളിൽ ഒരു 60% അവരുടെ മനസ്സിൽ നിന്നും ഇന്ന് മാഞ്ഞു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ മനഃപൂർവ്വം അവർ മാറ്റിയെടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ മുന്നിൽ വന്നത് പറയാനോ പ്രകടിപ്പിക്കാനൊന്നും അവർ പെട്ടെന്നൊന്നും തയ്യാറാവില്ല. 3 അല്ലെങ്കിൽ 4 മാസത്തിനുള്ളിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിൽ ഒരു പുതിയ തുടക്കം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ തീർച്ചപ്പെടുത്തി പറയുകയാണ്. അതിനാൽ തന്നെ നിങ്ങളൊരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരിക്കൽ കൂടി നിങ്ങൾ റീതിങ്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പുണ്ട്, ഈ റീഡിങ് കാണുന്നവർക്ക് ഉറപ്പാണ്, അവരിനി ഒരിക്കലും മാറില്ല, അവരിലൊരു മാറ്റം സംഭവിക്കില്ല എന്ന് നിങ്ങൾ തീർച്ചപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ സമയം കളയരുത്. നിങ്ങളുടെ ആ തീരുമാനവുമായി മുന്നോട്ട് പോവുക. പക്ഷേ നിങ്ങൾക്ക് ഒരു ചേഞ്ച് ഉണ്ടാവും നിങ്ങളുടെ വ്യക്തിയിൽ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും പല മാറ്റങ്ങളും ആ വ്യക്തിയിൽ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ റീഡിങ് കണ്ടതുകൊണ്ട് നിങ്ങളുടെ തീരുമാനങ്ങളിൽ മാറ്റം വരുത്തരുത്. നിങ്ങളുമായിട്ട് റെസിനേറ്റ് ആവുന്ന ഒരു വീഡിയോ ആണ് എന്ന് തോന്നിയാൽ മാത്രമേ മാറ്റം വരുത്താവുള്ളൂ. അല്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളുടെ ലൈഫിലെ ഒരു 3-4 മാസം വെറുതെ നിങ്ങൾ കളയരുത് എന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എൻ്റെ ഇന്നത്തെ റീഡിംഗ് അനുസരിച്ച് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ വ്യക്തിയിലെ പല കുറവുകളും നിങ്ങളുടെ വ്യക്തി തിരിച്ചറിഞ്ഞ് ഒരു തേർഡ് പാർട്ടി ആയിട്ട് നിന്നിരുന്ന ഫാമിലീനെയോ ഫ്രണ്ട്സിനെയൊക്കെ അവരൊരു അകലം പാലിച്ചെന്ന് നിർത്താനും അവർ യഥാർത്ഥമായിട്ടുള്ള പല കാര്യങ്ങളെ നല്ല രീതിക്ക് തന്നെ നോക്കി കാണാനും തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു മാറ്റത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലായിരിക്കാം നിങ്ങളുടെ വ്യക്തി. എന്തായാലും ഒരു അധികം വൈകാതെ തന്നെ നിങ്ങളിലേക്ക് തിരിച്ചെത്താനുള്ള എല്ലാ പോസിബിലിറ്റിയും കാണുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ചെറിയ വീഡിയോ അതിനാൽ തന്നെ ആരും ലൈക്ക് ചെയ്യാതെ പോകരുത്. 555 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പറോട്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ രേഖപ്പെടുത്താൻ വേണ്ടി മറക്കരുത്.
നിങ്ങൾക്ക് അടുത്ത റീഡിങ് എന്ത് ടോപ്പിക്കാണ് വേണ്ടത് എന്നുള്ളത് സജസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ കൂടുതലായിട്ട് വരുന്ന സജഷനിൽ നിന്ന് നല്ലൊരു ടോപ്പിക് എടുത്തുകൊണ്ട് വീണ്ടും അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ. ലൈക്ക് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നാളെ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.